കുൽസിതം അന്നും ഇന്നും ഒരേ പരിപാടി തന്നെയാണ്. പക്ഷെ ഇപ്പൊ 3 പുതിയ ഫാഷൻ പേരുകളിൽ അറിയപ്പെടുന്നു. നാനോഷിപ്പ്, മൈക്രോഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്. മെഹുന ആരംഭിക്കലാമോ? നാനോഷിപ്പ് ആണ് ഏറ്റവും ചെറിയ റിലേഷൻഷിപ്പ്. നിങ്ങൾ ഓൺലൈൻ വഴി പരിചയപ്പെടുന്നു, ഒത്തിരി നേരം ചാറ്റ് ചെയ്യുന്നു, റീൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നു, മെസ്സേജസ് അയച്ച് ഫ്ലേർട്ട് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ അവർ സെറ്റായെന്ന് വിചാരിച്ചിരിക്കുന്ന സമയം മുതലാളി അവനെ കാണാനില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. മിക്കവാറും ബോർ അടിക്കുമ്പോഴും ഏകാന്തത അനുഭവപ്പെടുമ്പോഴൊക്കെ ആയിരിക്കും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, കൊതിപ്പിച്ചിട്ട് കടന്നുകളയും. മൈക്രോഷിപ്പ് കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകും. നിങ്ങൾ വോയിസ് കോൾസ്, വീഡിയോ കോൾ ഒക്കെ ചെയ്ത് പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് പുറത്ത് എവിടെയും വെച്ച് ഒന്ന് മീറ്റിംഗ് ചെയ്യും. നല്ല വൈബൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ഇത്തവണ സെറ്റായെന്ന് ഉറപ്പിച്ചത് നിങ്ങൾ കൈ കൊടുത്ത് പിരിയും. പക്ഷെ പിറ്റേ ദിവസം മുതലാളി അവന് പിന്നെയും കാണാനില്ല. എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് ഗോസ്റ്റ് ചെയ്ത് പോയിരിക്കും. നേരിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ നെഗറ്റീവ് അടിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. സിറ്റുവേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. റൊമാൻസ് ഒക്കെ കാണും, പക്ഷെ കമ്മിറ്റ്മെന്റ് കാണില്ല. അവർക്ക് വേറെ റിലേഷൻഷിപ്പുകളൊക്കെ കാണും, പക്ഷെ നീ ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ലൈൻ ആയിരിക്കും. നീ അവരുടെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ടൊരു ഉത്തരം ഉണ്ടാവില്ല. 1-2 മാസം കഴിയുമ്പോഴത്തേക്കും പുതിയ ആൾക്കാർ വരും. അപ്പൊ നിന്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാട്ടി അവരെങ്ങ് മുങ്ങും. ഇതിനകത്ത് ഏത് ഷിപ്പിലാണ് നിനക്ക് കയറി പരിചയം എന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് നിന്റെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാൻ ബയോ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാം.